Good morning, students. Welcome to my class. Today we are going to study while loop and for loop in Python. So Python le while loop for loop ne kurichu nokam. ആദ്യമേ ഒരു example നോക്കാം. Print 1 into 8, print 2 into 8, print 3 into 8, print 4 into 8, print 5 into 8. അപ്പോൾ ഇത് അഞ്ച് പ്രാവശ്യം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിരിക്കുന്നു. ശരിക്കും നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ ലൈൻ മതി. ഈ 5 ലൈനിന് പകരം ഒറ്റ ലൈൻ എഴുതിയാൽ മതി. നോക്കാം. ആദ്യമായി വൈൽ ലൂപ്പ് നോക്കാം. വൈൽ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ബേസിക്കലി വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷനെ റിപ്പീറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ വൈലിൻ്റെ കണ്ടീഷൻ ഫാൾസ് ആകുന്നവരെ. അപ്പോൾ വൈലിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷനിൽ ഫാൾസ് ആകുന്നവരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ, while x is equal to 1, while x is less than 10, print x into 8, x is equal to x plus 1. ഇവിടെ എക്സിന് 1 കൊടുത്തു, എക്സ് 10 ആകുന്നത് വരെ. ഇപ്പോൾ എക്സിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 കൊടുത്തു. ഇനി എക്സ് 10 ആകുന്നത് വരെ ഈ കണ്ടീഷൻ, ഈ വൈൽ ലൂപ്പ് റൺ ചെയ്യണം. ഓരോ പ്രാവശ്യം എക്സ് ഓരോ 1 വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 1 into 8 പ്രിൻ്റ് ചെയ്യും. പിന്നെ എക്സ് 2 ആയി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം 2 into 8 പ്രിൻ്റ് ചെയ്യും. അങ്ങനെ 9 വരെ 10 വരെ എക്സിൻ്റെ 8ൻ്റെ ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പ്രിൻ്റ് ചെയ്യും. ഓക്കെ. ഇനി അടുത്തതായി ഫോർ ലൂപ്പ് എന്താണെന്ന് നോക്കാം. ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ശരിക്കും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ രണ്ടിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്. ഒരു കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ റിപ്പീറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ, ഹെലോ എന്ന് പറയുന്ന സ്ട്രിങ് എയിൽ സ്റ്റോർ ചെയ്യുന്നു. ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ CH in A ഒരു കണ്ടീഷൻ, ഫോർ കണ്ടീഷൻ ദെൻ കോളൻ, പിന്നെ ഇൻസ്ട്രക്ഷൻ, അടുത്തത് പുതിയ ഒരു ഇനിഷ്യലൈസേഷൻ, പിന്നെ അടുത്ത ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം എ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, ബി എന്ന് പറയുന്ന ഒരു ലിസ്റ്റാണ് പ്രിൻ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് പ്രിൻ്റ് ചെയ്യുമ്പോൾ പ്രിൻ്റ് CH എന്ന് പറയുമ്പോൾ CH in A എന്ന് വെച്ചാൽ എയിലെ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്യുക. സോ HELLO എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യും. ഇനി ഫോർ ഐറ്റം ഇൻ ബി എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഐറ്റം പ്രിൻ്റ് ചെയ്യാൻ പറയുന്നത് പ്രിൻ്റ് ഐറ്റം, ഓരോ ഐറ്റം 1 by 1 പ്രിൻ്റ് ചെയ്യും. So for constructing for loops that executes a fixed number of times, we can use the range function. For loopsന് നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ നോക്കാം. ഫോർ ഐറ്റം ഇൻ മൈ ലിസ്റ്റ് പ്രിൻ്റ് ഐറ്റം. ഫോർ ലൂപ്പിന് ശേഷം ഒരു കണ്ടീഷൻ, ആ കണ്ടീഷന് ശേഷം ഒരു ഫുൾ കോളൻ, അതിനുശേഷം ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി റേഞ്ച് എന്താണെന്ന് നോക്കാം. മൈ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു റേഞ്ച് 551 റേഞ്ച് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അത് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ നിന്നും അവസാനത്തെ വാല്യൂ വരെ ഒരു സ്റ്റെപ്പ് സൈസ് അനുസരിച്ച് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ഐറ്റം എൻഡ്, ദ ഔട്ട്പുട്ട് ഈസ് ഷോൺ 5, 10, 15, 20, 25 അങ്ങനെ പോകുന്നു. 4. Some cases we may need to traverse a list to modify some or all of the elements. This can be done by looping over a list of indices generated by the range function. For example, the program for loop 4.py zeros all the elements of the list. A എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. 2, 5, 3, 4, 12. സൈസ് ഇസ് ഈക്വൽ ടു len A. ഈ ലിസ്റ്റിൻ്റെ സൈസാണ് len A എന്ന് പറയുന്നത്. അത് len Aയിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇട്ടാൽ ആ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ സൈസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. പിന്നെ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന ലിസ്റ്റിലെ എലമെൻറ്റ്, 0th എലമെൻറ്റ്, ഓരോ എലമെൻറ്റിനെയും 0 ആക്കുന്നു. ആ എലമെൻറ്റിനെ 0 ആക്കിയതിന് ശേഷം പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ എലമെൻറ്റും 0 ആയി. ഇനി ഇഫ് എൽസ് നോക്കാം. ഇഫ് കണ്ടീഷൻ, അതിനുശേഷം ഒരു കോളൻ, അതിനുശേഷം ഒരു ലൈൻ. ഇഫ് എന്ന് പറയുന്നത് ചില സമയത്ത് എക്സിക്യൂട്ട് ഓൺ സം സെക്ഷൻ ഓഫ് ദ കോഡ്, അതായത് റിപ്പീറ്റ് ചെയ്യേണ്ട, പക്ഷേ ഒരു സെക്ഷൻ if
റിപ്പീറ്റ് ചെയ്യില്ല, മറിച്ച് ഒരു കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസോ നോക്കിയിട്ട് അത് ട്രൂ ആണെങ്കിൽ മാത്രം ഇഫിന് ശേഷമുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ഈ കണ്ടീഷൻ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 10 ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഇത് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്തത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി അത് രണ്ടും ഫാൾസ് ആണെങ്കിൽ മാത്രമേ എൽസിന് ശേഷമുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇതിൻ്റെ ഫോർമാറ്റ് ഇഫ് കണ്ടീഷൻ കോളൻ, പിന്നെ ഇഫിനുള്ളിൽ ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു കമാൻഡ്, പിന്നെ അടുത്തത് എൽഇഫ് അനദർ കണ്ടീഷൻ, നെക്സ്റ്റ് എൽഇഫിന് ശേഷം ഒരു കമാൻഡ്, അതിനുശേഷം എൽസ് കോളൻ പ്രിന്റ്. See another program, x is equal to 1, x less than 11. If x is less than 5, print. Else print big. ഇപ്പോൾ ഇവിടെ നോക്കാം, ഈ എക്സാമ്പിൾ നോക്കാം, വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, ഇഫ് ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, എൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം, വൈലിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇഫും എൽസും വർക്ക് ചെയ്യുള്ളൂ. ഇനി ഈ മോഡിഫൈ ലൂപ്സിനെ മോഡിഫൈ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. അതായത് യു ക്യാൻ യൂസ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് ടു ടെർമിനേറ്റ് ലൂപ്പ് ഇഫ് സം കണ്ടീഷൻ ഇസ് മെറ്റ്. ദ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഇസ് യൂസ്ഡ് ടു സ്കിപ്പ് ദ റെസ്റ്റ് ഓഫ് ദ ബ്ലോക്ക് ആൻഡ് ഗോ ടു ദ ബിഗിനിങ് അഗെയിൻ. അതായത് ഒരു ലൂപ്പിനുള്ളിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോൾ ലൂപ്പ് അവസാനിപ്പിക്കണമെങ്കിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റും, എന്നിട്ട് ആ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വീണ്ടും റെസ്റ്റ് ഓഫ് ദ ബ്ലോക്ക്, ബ്ലോക്കിലെ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് ഒഴിവാക്കിയിട്ട് വീണ്ടും ലൂപ്പ് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കാം. വൈൽ ലൂപ്പ് ഉണ്ട്, ഇഫിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ കണ്ടിന്യൂ യൂസ് ചെയ്തതുകൊണ്ട് വീണ്ടും ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ബ്രേക്കിൽ എത്തിക്കഴിഞ്ഞാൽ റെസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിന് ശേഷം ലൂപ്പിന് പുറത്ത് ചാടുന്നു, ഇഫിന് പുറത്ത് ചാടുന്നു. ഇവിടെ നോക്കാം അനദർ എക്സാമ്പിൾ. മാക്സ് ഈസ് ഈക്വൽ ടു 0 വൈൽ ട്രൂ, വൈൽ കണ്ടീഷൻ അത് ഇൻഫിനിറ്റ് ലൂപ്പ് ആയതുകൊണ്ടാണ് ട്രൂ എന്ന് മാത്രമേ ഉള്ളൂ. എക്സിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഒരു ഇഫ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഫിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് ഒരു കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അടുത്ത ഇൻസ്ട്രക്ഷൻ മാക്സ് ഇസ് ഈക്വൽ ടു എക്സ്, ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു അനദർ ഇഫ് സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും പ്രിന്റ് ചെയ്യാൻ പറയുന്നു, ബ്രേക്ക് ചെയ്യാൻ പറയുന്നു.